ഞാന് ഇത് എൻ്റെ അനുഭവത്തിൽ കൂടി തന്നെയാണ് പറയണത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും വീട്ടിലെ ഭക്ഷണം എന്ന് പറയണത്, വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞ് മാത്രമല്ല, ഞാൻ കുറച്ചു കാലം വേറൊരു സ്ഥലത്താണ് പഠിച്ചതും വളർന്നതും ഒക്കെ. എൻ്റെ ഓർമ്മയിലുള്ളവരുണ്ട്. പിന്നെ എന്തെങ്കിലും ഇച്ചിരി കഞ്ഞി, വല്ലപ്പോരിക്ക ഒന്നുമില്ലാത്ത ചോറ്, ശകലം അതിൽ കറിയോ ഒന്നും ഉണ്ടല്ലോ, വെറും പ്ലെയിൻ ചോറ്, ചിലപ്പോൾ വെറും കഞ്ഞി മാത്രം, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. ഇത് എൻ്റെ കാര്യം മാത്രമല്ല, ഇത് എൻ്റെ ഇവിടെ വീട്ടിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം ചോറുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസവും ഇല്ല, മാസത്തിൽ ഒരു ദിവസവും ഇല്ല. അവന് ചിലപ്പോൾ എല്ലാ ദിവസവും വലിയ ഇച്ചിരി പോകുന്ന കപ്പയായിരിക്കും. കയറി കിടക്കുന്ന വീടാണെങ്കിൽ ഒരു രക്ഷയില്ല. മഴ പെയ്ത വെള്ളം മൊത്തം അകത്തോട് വരും. അടുത്തൂടെ പോണ പാമ്പ്, പഴുതാര, കണ്ടജീവികൾ, ക്ഷുദ്രജീവികൾ, നാട്ടിലെ ചില നല്ല ഡാഷ് ബോമാരും ഒക്കെ സൗകര്യം കിട്ടിയാലൊക്കെ കയറി ഞരങ്ങുന്ന നാട്. ഞാനതൊന്നും അത്രത്തോട്ട് ആഴോട്ട് പോകില്ല, പ്രേക്ഷകർക്ക് മനസ്സിലാക്കില്ല. ഇങ്ങനെയുള്ളൊരു ലോകം, ഉള്ള വസ്തുവകകളും അതിൽ കിട്ടുന്ന ധാന്യം എല്ലാം തന്നെ ജമ്മിമാരുടെ കയ്യിൽ ആണിരിക്കുന്നത്. ഇവരെയൊക്കെ വീടുകളിൽ എവിടെയെങ്കിലും നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് അന്നത്തെ 50 പൈസ 1 രൂപ, 50 പൈസ 1 രൂപ, അത് പിച്ച പൈസ പോലെ ഇട്ട് തരുന്ന കാലഘട്ടം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വേർതിരിവ് ഇന്ന് ഇപ്പോഴും വേർതിരിവ് ഉണ്ടോന്നോട്ടെ, വേർതിരിവ് ഉണ്ടാവണം. പക്ഷെ ഇത്രയും ടെക്നോളജി വളർന്ന എല്ലാം നമ്മൾ അറിഞ്ഞ് ഏറ്റവും സൗകര്യം അനുഭവിച്ചിട്ട് വേർതിരിവിന് വേണ്ടി നമ്മൾ പോയി തലവെച്ച് കൊടുക്കുകയാണ്. അന്ന് നമ്മൾ തലവെച്ച് കൊടുക്കുന്നില്ല, പക്ഷെ സമൂഹമായിട്ട് കെട്ടിപ്പടുത്ത് വെച്ച വേർതിരിവാണ്. ഇന്നങ്ങനെയല്ല, നമുക്ക് നോളജ് ഉണ്ടെങ്കിലും നമ്മൾ പോയി വെച്ചു കൊടുക്കുന്ന വേർതിരിവാണ്. ഇങ്ങനെ അതിദാരിദ്ര്യത്തിന്റെ ലോകം. നിങ്ങൾ ഈ പറഞ്ഞ ഒരു ടെക്നോളജിയില്ല, നമുക്കൊരു ഒന്ന് പറഞ്ഞാൽ പോലും ലോകം നമ്മളെ ദാരിദ്ര്യം അറിയിക്കാനുള്ള സ്ഥലമില്ല, നമ്മളെ കഴിവ് അറിയിക്കാനുള്ള സ്ഥലമില്ല, ഒരു ഓപ്ഷനും ഇല്ല. കണ്ടവന്റെ കീഴിൽ അടിമയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എത്ര അടിമയായിട്ട് ജീവിച്ചാലും ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും നിവർത്തിയില്ലാത്തവര്. അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെ നല്ല വീട് വയ്ക്കും, നല്ല വാഹനം വാങ്ങിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നല്ല സ്കൂളിൽ പോയി പഠിക്കും, എങ്ങനെ അവരുടെ കുട്ടികൾ നല്ല സ്കൂളിൽ അയക്കും? ഇതിനൊന്നും സൗകര്യമില്ലാത്ത 70, 80, 90 കാലഘട്ടം. അന്നും കുറെ ഒരു 15% കുട്ടികൾ നല്ല സ്കൂളിൽ നല്ല പഠിച്ചിരുന്നു, 15-20% കുട്ടികൾ. പക്ഷെ ഇന്ന് 98% കുട്ടികൾ പഠിക്കുന്നു. ഇതാണ് വ്യത്യാസം ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്. അതായത് ഇന്ന് എല്ലാ സൗകര്യം ഉള്ളപ്പോ അന്ന് ഒരു നിക്കർ ഉണ്ടെങ്കിൽ ഭാഗ്യം, ഒരേ ഷർട്ട് ഇത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് 2-3 വർഷം